സാർ നമസ്കാരം. നമസ്കാരം. വീണാ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയും CMRലും തമ്മിൽ നടന്ന ഇടപാടുകൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ കൂനിന്മേൽ കുരുക്കായി മാറുന്നു. CPM എന്ന പാർട്ടിക്കകത്ത് തൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം പോയി. പ്രതിപക്ഷ നേതൃസ്ഥാനം ചോദിച്ചു മേടിച്ചിട്ട് കൊടുക്കാഞ്ഞിട്ട് തൻ്റെ കൂടി വോട്ട് കിട്ടിട്ടാണ് അദ്ദേഹം ആ സ്ഥാനം പിടിച്ചു പറ്റി അവിടെ കയറിയിരിക്കുന്നത്. അതിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ള ക്യാബിനറ്റ് റാങ്ക് ആ പദവിക്കുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു ഇടിച്ചു കയറലൊന്നും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഒരു അറിയിപ്പൊക്കെ ഉണ്ടാവും. പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പ്രിവിലേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രം അത് ചോദിച്ചു വാങ്ങി എന്നുള്ളതാണ്. സ്പീക്കറെ അറിയിക്കണം. അതെ, സ്പീക്കറുടെ അനുമതി വേണം, നടപടികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ടാണ് അയാളത് മേടിച്ചത്. അതുകൊണ്ടാണ് അത് ചോദിച്ചത്. നാണം കെട്ടാ മേടിച്ചത്. അതെ. പക്ഷേ ആ നാണം കെട്ട കാസ്റ്റിംഗ് വോട്ട് പോലെ ഒരു വോട്ട് സ്വന്തം വോട്ടോടെ ഇട്ട് ജയിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മറ്റൊരു കൂനിമേൽ കുരുക്ക് എന്ന് പറയുമ്പോൾ EDയുടെ അന്വേഷണം ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ മുന്നോട്ട് പോകുമ്പോൾ ED അഡ്ജുഡിക്കേറ്റഡ് കമ്മിറ്റിക്ക് മുമ്പായ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവിടെ CMRL കർത്തയുടെ മൊഴി, കർത്ത ഒരു കാരണവശാലും ഒരു സഹായവും കിട്ടാതെയാണ് വീണയ്ക്ക് സഹായം ആയിട്ട് ഈ 2,78,00,000 രൂപ കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ തത്ത പറയണമല്ലോ തുറന്നു പറഞ്ഞു. അപ്പോൾ ഇത് മാധ്യമങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ പിണറായി വിജയനോട് ചോദിച്ചു. ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടൊരു കഥ കൂടെ ഇടയ്ക്ക് പറയൂ. കർത്തായ്ക്ക് സമ്മതിക്കേണ്ടി വന്നത് ഓൾറെഡി വീണാ വിജയൻ കൊളാപ്സ് ചെയ്തു EDയുടെ മുമ്പിൽ. തീർച്ചയായും ഒത്തിരി സത്യങ്ങൾ പറയേണ്ടി വന്നു. അപ്പോൾ വീണാ വിജയൻ കൊടുത്ത മൊഴിക്ക് കോൺട്രഡിക്ഷനായിട്ട് വരാൻ പാടില്ല എന്ന് കർത്തായ്ക്ക് അറിയാം. അല്ല സാറ് സാറ് പറഞ്ഞ അതൊരു വലിയ പോയിന്റാണ്. വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ഇതൊന്നും ചെയ്തിരിക്കണേ. അവരുടെ ഒരു പേര് വെച്ച് ഒരു കമ്പനി ഉണ്ടാക്കി, ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി, അവരെ മുമ്പിൽ നിർത്തി ചില ആളുകൾ കളിച്ചു. അപ്പോൾ ED ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യം ചെയ്യലെന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ലോജിക്കായിരിക്കും. അത്തരം മറിച്ചും തിരിച്ചൊക്കെ നിയമത്തിൻ്റെ നൂലാമാലകൾ അഴിച്ച് അവർ ചോദ്യം ചെയ്യുമ്പോൾ വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം അവർക്കതിന് മറുപടി പറയാനുള്ള എക്സ്പീരിയൻസ് ഇല്ല, അവർക്ക് അതിനുള്ള ത്രാണിയില്ല. അതുകൊണ്ട് അവരൊരു കാര്യം തുറന്നു പറഞ്ഞു, ഞാനൊരു സഹായം ചെയ്തിട്ടില്ല, എൻ്റെ കമ്പനി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ED ചോദിച്ച പല ചോദ്യങ്ങളും എനിക്കത് അറിയില്ല, ഓർമ്മയില്ല. അതുകൊണ്ട് EDക്ക് ക്ലിയറായി ഇവരല്ലത് ഓപ്പറേറ്റ് ചെയ്തേക്കണത്. അതാണ് അവർ കൊളാപ്സ് ചെയ്തപ്പോൾ പിന്നെ അതെ കർത്താവിന് സംഭവിക്കാതിരിക്കാം. അപ്പോൾ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറഞ്ഞു. മാത്രമല്ല ഇവരുടെ ഫോൺ കിട്ടിയ ഫോണിലാണ് നിരവധി രേഖകൾ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയ ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി വീണാ വിജയന് കോഴിക്കോട് രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയുണ്ട്. അതിലൊരു 15.57 കോടി രൂപ ഇരിപ്പുണ്ട്. അത് കോഴിക്കോട് രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയുണ്ട്. അപ്പോൾ ആ കമ്പനിയെക്കുറിച്ച് എന്താ പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഉത്തരം വിട്ടുമ്പോൾ നമ്മൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അത് തന്നെ പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കമല ഇൻ്റർനാഷണൽ വിട്ടോ? ഇതിനെപ്പറ്റി മിണ്ടുന്നു, ലേക്കറിൻ്റെ മിണ്ടുന്നു. അതായത് പണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നത് എനിക്ക് കമല ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയുണ്ട്. പറഞ്ഞു അല്ല, അപ്പോൾ അത് നിങ്ങൾ വിട്ടോ? അപ്പോൾ ഇത് ചോദിക്കണതിന് മറുപടി പറയുന്നില്ല. ലേക്കർ ഇന്ത്യ എന്ന കമ്പനിയെക്കുറിച്ച് വീണാ വിജയൻ്റെ മറ്റൊരു കമ്പനിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ കമല ഇൻ്റർനാഷണൽ എന്ന കമ്പനി നിങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നൊരു സൃഷ്ടിയാണല്ലോ എന്ന് പറഞ്ഞു വയ്ക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്, അല്ലെങ്കിൽ അതിന് വ്യഗ്രത കാണിച്ചത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഈ ശ്രീമതി ടീച്ചറിൻ്റെ പെൻഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഇപ്പോൾ ഒന്നല്ലോ, ഒരു വാർത്ത, വേറൊരു ശ്രീമതി. അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങൾ മാധ്യമങ്ങൾ തന്നെയല്ലേ പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്നിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ കേസ് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോഴും നീതിയുക്തമായ ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഇവിടെ എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? പിണറായി വിജയൻ പറഞ്ഞ സത്യമല്ലേ, എന്നിലേക്ക് കേസ് എത്തിക്കാൻ നിങ്ങൾ നോക്കുന്നു. പക്ഷെ എന്നിലേക്ക് കേസ് എത്തണമെങ്കിൽ വീണാ വിജയൻ്റെ കടമ്പ കിടക്കണം. വീണാ വിജയൻ പിണറായിയെ തള്ളി പറയുന്നില്ലെങ്കിൽ നിയമപരമായി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നവരാ. വീണാ വിജയൻ പിണറായിയെ തള്ളി പറഞ്ഞിട്ടുണ്ടാവണമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ പറഞ്ഞിട്ടുണ്ടാവും. ഈ ഇടപാടുകളുടെ മുഴുവൻ ഉത്തരവാദിത്വം വീണാ വിജയൻ ഏൽക്കുകയോ അല്ലെങ്കിൽ പിന്നെ മൂന്നാമതൊരാൾ വേണമല്ലോ. ആ മൂന്നാമത്തെ ആൾ ഒന്നുകിൽ പിണറായി വിജയൻ, പിന്നെയുള്ളത് റിയാസ്. ഇപ്പോൾ റിയാസിന് ഭാര്യയാണ്, ആ ബന്ധമുണ്ട്. അത് വർഷം അതിനിടയ്ക്ക് സാർ ഒന്നുകൂടി പറഞ്ഞിട്ട് റിയാസ് നേരത്തെ ഒരു മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. എനിക്കതറിയാം. ഇപ്പോൾ കർത്ത വീണയ്ക്ക് പൈസ കൊടുത്തത് പിണറായി വിജയൻ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്, പിണറായി വിജയൻ്റെ മകളാണെന്നുള്ള രീതിയിലാണ് കൊടുത്തതെന്ന് പറയുമ്പോൾ എനിക്കത് അറിയില്ല എന്ന് റിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ പിണറായി വിജയൻ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല, അത് റിപ്പോർട്ടർ ചാനലോ കൈരളിയോ അങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെ എന്തെല്ലാം വിചാരിച്ചാലും
ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായ സംഭവം കേസ് അവിടെയുണ്ട്. അതിൻ്റെ അകത്ത് ശശിധരൻ കർത്താവ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അതിനകത്ത് പെട്ടിട്ടുണ്ട്. നല്ലവനായിട്ടാണോ ചീത്തയായിട്ടാണോ വില്ലനാണോ നായകനാണോ ഒന്നും അറിയണ്ട. പക്ഷേ ഇവർ എങ്ങനെ വീണാ വിജയനുമായിട്ട് കണക്റ്റഡായി, അതൊരു വലിയ സാധാരണ മനുഷ്യൻ ലെയ്മാൻ ചോദിക്കേണ്ട ചോദ്യതാണ്. ബാക്കിയൊക്കെ അവർ ഉപേക്ഷിക്കും. ഇവരുമായിട്ട് എങ്ങനെ കണക്കായി? അപ്പോഴാണ് പുതിയ ലേക്കർ കമ്പനിയുടെ കാര്യം പറയുന്നത്. അതിനെപ്പറ്റി പറയാൻ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ വെള്ളത്തിലാവുമെന്ന് ആർക്കറിയാം? പിണറായി വിജയൻ അറിയാം. അവിടെ മൗനം വിദ്വാന് ഭൂഷണം. പക്ഷെ അങ്ങനെ ഇവിടെ മൗനം ഭജിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല. കാരണം ഈ കർത്തയുടെ ഒരു കണക്ക് പുസ്തകമുണ്ട്. ആദായനികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ EDയുടെ അന്വേഷണത്തിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് കണ്ടെത്തിയ ഏതാണ്ട് 2000 ശിഷ്ടം പേജുള്ള ഡോക്യുമെൻറ്റ്സാണ് അവർക്ക് കൈമാറിയിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളും ഏതാണ്ട് 57 അധികം തെളിവുകളുമുണ്ട്. അത് വെച്ചിട്ടാണ് ED സംസാരിക്കുന്നത്. അവിടെ ഇപ്പോൾ പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് പോലെ കമല ഇൻ്റർനാഷണൽ വിട്ടോ, നിങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്നൊന്നും EDയുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ED കൃത്യം തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ കാര്യകാരണ സഹിതം വ്യക്തമാക്കണം. ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല, ഇങ്ങനെ അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടില്ല, അതാ ഈ പ്രൂഫ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പിണറായി വിജയൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ EDക്ക് കയ്യിലുള്ള പ്രൂഫ് വെച്ച് അവർ നോക്കും. രണ്ടും തമ്മിൽ പൊരുത്തപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ നിഷേധിക്കുന്നതിന് മടിയില്ല എന്നുള്ള PV എന്നുള്ളത് ഞാനല്ല, വേറെ PV അൻവർ ആയിരിക്കും എന്നവരെ പറഞ്ഞാളാണ്. പണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ K എന്ന് പറഞ്ഞപ്പോൾ അത് കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും, അല്ല കരുണാകരനായിരിക്കും എന്നവരെ പറഞ്ഞ ആൾക്കാരാണ്. അതെ, പക്ഷേ ഇവിടെ ഈ 19 കോടി രൂപ വീണാ വിജയൻ്റെ ED ഫ്രീസ് ചെയ്തിട്ടുണ്ട്. 15.75 കോടി ഇപ്പോൾ ഈ ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയിലുണ്ട്. ഇവരെ ലോക്കർ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇവരുടെ ഫോൺ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഫോണിലാണ് കൃത്യമായ വിവരങ്ങൾ ഇടുന്നത്. ഈ ഫോണിൽ നിന്നാണ് ഇവർ ഇൻവോയ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. പിന്നെ ഇവർ ഫോൺ വഴി സേവനം കൊടുക്കുന്ന ഒറ്റ സേവനം അതുവരെ കൊടുത്തിട്ടുള്ളൂ. ഇത്ര രൂപ ഇന്ന ഡേറ്റിന് കിട്ടണം. ഈ മെസ്സേജാണ് ഫോണിൽ നിന്ന് അയച്ചേക്കണത്. ഇത് ED പറയുന്നത്, ഞാൻ പറയുന്നതല്ല. സെറ്റിൽ അവർ അക്കൗണ്ട്. അതെ അതെ. അപ്പോൾ വേറെ യാതൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല, വേറെ യാതൊരു സേവനങ്ങളും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായും പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് സ്വതസിദ്ധമായ ശൈലിയിൽ പുച്ഛിച്ച് തള്ളുക അല്ലെങ്കിൽ ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുക ചെയ്തുകൊണ്ട് അതിലൊരു തീരുമാനമാവുന്നില്ല. മാധ്യമങ്ങൾ പോലും പണ്ട് പിണറായി വിജയൻ്റെ വാക്കുകൾ ഇങ്ങനെ പേടിച്ചും ഭയഭക്തി ബഹുമാനങ്ങളുള്ള അരുളപ്പാടെന്ന് വേണം പറയാം. അല്ലാണ്ട് വെറും പത്രസമ്മേളനമല്ല. പിണറായി വിജയൻ പറയുന്ന എന്തിനേയും ശിരസ വഹിക്കാൻ തയ്യാറായി നിന്നിരുന്ന മാധ്യമങ്ങളിൽ പലരും, ഇപ്പോൾ റിപ്പോർട്ടർ മാത്രമേ ഉള്ളൂ സജീവമായിട്ട് അങ്ങനെ, പലരും പിണറായി വിജയൻ്റെ അഭിപ്രായങ്ങളെ ഗൗരവത്തിലെടുക്കാതെ കാഷ്വലായിട്ട് കമൻ്റായിട്ട് മാത്രം തള്ളിക്കളയുന്നു. കാരണം ഇവർക്ക് ഇനി നാളെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. എവിടെ പണ്ടായിരുന്ന പാർട്ടി സഹാക്കളെല്ലാം ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി പിണറായി വിജയനെ കുറിക്കാൻ പോകുന്നു എന്നുള്ള പ്രചരണം നടത്തി ഒരു മാസ് മൊബിലൈസേഷൻ നടത്തായിരുന്നു. അതിനുള്ള ചാൻസ് ഇപ്പോൾ പോയി. ഇല്ല, അതിനുള്ള സാധ്യത ഒന്നും ഇനി ഇല്ല. കാരണം കാര്യങ്ങൾ ഏതാണ്ടൊക്കെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ED ഇത്ര കണ്ട് അഗ്രസീവായിട്ട് കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായും പിണറായി വിജയൻ്റെ ഇത്തരം പ്രതിരോധങ്ങളൊന്നും നിലനിൽക്കില്ല. അഥവാ മാധ്യമങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഴിച്ച് തടിതപ്പാന്നല്ലാണ്ട് EDയുടെ മുമ്പിലിരിക്കുന്ന അത്തരം നിയമപരമായ ചോദ്യങ്ങളും തെളിവുകളൊക്കെ നിരത്തി അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പിണറായി വിജയൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ ഇത് പിണറായി വിജയനിലേക്ക് തന്നെയാണ് എത്തുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ശബരിമല സ്വർണ്ണക്കൊള്ളയോ ബന്ധപ്പെട്ട് പുതിയ 2025 ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞല്ലോ, ഒരു അറസ്റ്റ് ചിലപ്പോൾ നടന്നേക്കാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു മുൻകൂറായിട്ടൊരു FB കുറിപ്പുണ്ടായിരുന്നു. ഇതേ മുൻകൂർ ജാമ്യം തന്നെ ഇപ്പോൾ പിണറായി വിജയൻ എടുക്കുന്നത്. എന്നിലേക്ക് ഈ കേസ് എത്തും, അത് ഉറപ്പാണെന്നുള്ള പിണറായി വിജയനും മനസ്സിലായിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള നടപടി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആ തോന്നലുള്ളതുകൊണ്ടാണ് ഇത്തവണത്തെ മറ്റേ ഡൽഹിയിലെ സമരത്തിലൊക്കെ അടുത്ത വർഷം CPM-കാർ സജീവമായിട്ട് പങ്കെടുത്തത്. കാരണം എന്ന് വെച്ചാൽ എല്ലാ പ്രതിപക്ഷ കക്ഷികളും പല നേതാക്കന്മാർക്കെതിരായിട്ട് ഇത്തരം കേസുകളുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് അഖിലേന്ത്യാ വ്യാപകമായിട്ട് തന്നെ EDക്കെതിരായിട്ട് ഒരു സ്കോപ്പ് ഉണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. എന്തായാലും എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതുവരെ കാത്തിരിക്കാം.